ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇത്തിരി നേരം നമുക്ക് പൂക്കളുടെ കൂടെ ആ ഒരു ഭംഗിയൊക്കെ കണ്ട് നടക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മണ്ണൂത്തിയിലുള്ള പൂജ ഗാർഡനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ, ഒരുപാട് ഓർക്കിഡ് ഉണ്ട് കേട്ടോ ഇവിടെ. ഓർക്കിഡ് മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള ഇലച്ചെടികളും പൂച്ചെടികളും നിറച്ചാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൂച്ചെടികളൊക്കെ നിറയെ പൂവ് ഇട്ട് നിൽക്കണ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ നമ്മളിതൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെയും നല്ല ഭംഗിയായിട്ട് അധികം നാൾ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. ആ ഒരു പൂവൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി അത്ര നന്നായി വരാണ്ട് കുറച്ച് നാളൊക്കെ നിന്ന് പിന്നെ അത് അങ്ങോട്ട് ചീത്തയായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും എനിക്ക് ഇതുപോലെ ഒരു പൂച്ചെടികൾ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മെയിൻ്റനൻസ് കുറവുള്ള ഇലച്ചെടികളും അങ്ങനത്തെ ചെടികളൊക്കെയാണ്, ബോഗൺവില്ല അതുപോലെയൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ വാങ്ങാറുള്ളത്. അപ്പോൾ ഈ ഒരു ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടൊരു പൂന്തോട്ടത്തിൽ പോയ പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ചെടികളുണ്ട് കേട്ടോ, അതും നല്ല നല്ല പൂച്ചെടികൾ. ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല. പല കളർ കോമ്പിനേഷനിൽ ഇഷ്ടംപോലെ പൂക്കളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാവും. എല്ലാം വാങ്ങാൻ തോന്നും, കാരണം എല്ലാ കളറുകളും ഒന്നിനൊന്ന് ഭംഗിയുള്ള കളറുകളാണ്. പിന്നെ ഡബിൾ ഷെയ്ഡായിട്ടുള്ള പൂക്കളും ഉണ്ട്, അതും നല്ല ഭംഗിയില്ലേ ആ ഒരു കോമ്പിനേഷനൊക്കെ. പിന്നെ ആ ഓറഞ്ച് പൂക്കൾ നിൽക്കണതാണ് എന്തൊരു ഭംഗിയല്ലേ. ഞാനിത് 2 വർഷം മുമ്പ് വാങ്ങി വച്ചിരുന്നതാണ്. ഇതിൻ്റെ യെല്ലോ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റെഡും ഉണ്ടായിരുന്നു. പക്ഷേ പൂവ് വാടിക്കഴിഞ്ഞതിന് ശേഷം ആ ചെടി കേടായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ കുറേ റോസുകളുണ്ട് കേട്ടോ ഇവിടെ. റോസിൻ്റെ ഒരു വിഭാഗമുണ്ട്. അങ്ങനെ പല വെറൈറ്റി ചെടികളുടെയും ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുള്ള ഇവിടെ എല്ലാ ഗാർഡനിലും പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം പൂക്കളുടെ വെറൈറ്റി ഉള്ളതും എല്ലാ തരത്തിലുള്ള ചെടികളും കിട്ടുന്നത് ഇവിടെയായിട്ടാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. പല പല നഴ്സറികളിലും പല തരത്തിലുള്ള ചെടികളാണ്, ചിലയിടത്ത് ഒരേ ടൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും എല്ലാ തരത്തിലുള്ള ചെടികളും ഇവിടെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ തൈകളും ഒരുപാടുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. പൂച്ചെടികളാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത്. ആ ഒരു പൂവിട്ട് നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് ചെടികളൊക്കെ വാങ്ങാനായിട്ട് തോന്നും. കുറേ നാൾക്ക് ശേഷം കനകാമ്പരമൊക്കെ കണ്ടു കേട്ടോ. പണ്ടൊക്കെ നിറയെ ഉണ്ടായിരുന്നതാണ് വീട്ടിലൊക്കെ. അപ്പോൾ ഞാൻ ഈ കനകാമ്പരം വാങ്ങിയിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഇലച്ചെടികളുണ്ട് കേട്ടോ, പല കളറായിട്ടുള്ള പല ഷെയ്ഡിലൊക്കെ വരണ അങ്ങനത്തെയൊക്കെ കുറേ മോഡലുണ്ട്. ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ ഹാങ്ങിങ് പ്ലാന്റുകളും നിറയെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒട്ടുമാവിൻ്റെ തൈകളും അതുപോലെ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും വാഴയും ഒക്കെ ഇവിടെ കിട്ടാനുണ്ട് കേട്ടോ. ഈ ചെടി കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാ, ഇങ്ങനെ ഇലയിൽ നിറയെ പൂക്കളായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പൂച്ചെടികളും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചട്ടിയിലേക്ക് മാറ്റി നടണം. അപ്പോൾ നമ്മൾ ചകിരി മണ്ണും അതുപോലെ ചാണകവും അങ്ങനെ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് ചട്ടിയിലെല്ലാം മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ എല്ലാവരും കൂടെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് അല്ലേ. അങ്ങനെ ചട്ടിയിലെല്ലാം മണ്ണൊക്കെ നിറച്ച് ചെടികളൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിലത്ത് വയ്ക്കാൻ പറ്റുന്ന ചെടികളൊക്കെ, നല്ല വെയിൽ വേണ്ട ചെടികളൊക്കെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, ഇതിവിടെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ റബ്ബർ പ്ലാന്റ്, ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ മണി പ്ലാന്റ്, ഇത് നമ്മളിതുപോലെ വട്ടത്തിൽ ചുറ്റി അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് നാൾ എടുത്തു ഇതുപോലെ ഒന്ന് റെഡിയായിട്ട് കിട്ടാനായിട്ട്. പിന്നെ ഈ ഒരു അഡീനിയം ചെടി ഉണ്ടല്ലോ, ഇത് കുറച്ച് വർഷമായതാണ് കേട്ടോ. ഇതിങ്ങനെ ബോൺസായി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വെയിലും വേണം, അധികം മഴയും പാടില്ല. പിന്നെ ഇത് നമ്മുടെ പാച്ചുവിൻ്റെ പണിയാണ് ഈ ചട്ടി വക്കൊക്കെ കളഞ്ഞ് കടിച്ച് മുറിച്ച് ഒരു പരിവാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അധികം വെയിലില്ലാത്തത് കൊണ്ട് വലിയ വളർച്ചയിലേക്കൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ കൽച്ചട്ടി വരെ എടുത്തിട്ട് ചെടിച്ചട്ടിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ അടുക്കളയ്ക്ക് വേണ്ടിയിട്ട് കൽച്ചട്ടി വാങ്ങാൻ നോക്കണ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്ന കൽച്ചട്ടി എടുത്തിട്ട് ഒരു ഹോളൊക്കെ ഇട്ട് അത് ചെടി വെച്ചിട്ടാണ്. ഭരണി നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. പിന്നെന്താ, ഈ ചെടി നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതിലത്തെ പൂവൊക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ ഈ വയലറ്റ് പൂച്ചെടി, വെള്ള, ഇതൊക്കെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മളെല്ലാം ചെടിയെല്ലാം സെറ്റാക്കി വെച്ചത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.